Hello dear students, question ഒന്ന് വായിച്ചു നോക്കണേ. An electron and a proton with equal momentum. ഇലക്ട്രോണും പ്രോട്ടോണും ഈക്വൽ മൊമെന്റം ആണ് കേട്ടോ. ഈക്വൽ വെലോസിറ്റി ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. Enter perpendicularly into a uniform magnetic field. Then the path of proton shall be more curved than that of electron. Path of proton shall be less curved. Both are equally curved. Path will be a straight line. അപ്പോൾ നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കയറിയാൽ എന്ത് ചെയ്യും? അത് ഇതുപോലെ ഒരു കർവ് എടുക്കും, അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിലായിരിക്കും ഇത് മൂവ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ തന്നെ മനസ്സിലാവും ഓപ്ഷൻ ഡി റോങ് ആണെന്ന്. വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇതിൽ ആർക്കാണ് റേഡിയസ് കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, റേഡിയസ് രണ്ടുപേർക്ക് ഒരേ റേഡിയസ് ആണോ? ഈ കാണുന്ന റേഡിയസ്, ഇത് കറങ്ങുന്ന റേഡിയസ് രണ്ടുപേർക്ക് സെയിം ആണോ, അല്ലെങ്കിൽ ആർക്കാണ് റേഡിയസ് കൂടുതൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ എഴുതാം. റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താ? എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി അല്ലേ. എം മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, വി വെലോസിറ്റി, ക്യൂ ചാർജ്, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമുക്ക് രണ്ടുപേരുടെയും കേസിൽ എഴുതാം. ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇലക്ട്രോണും സെക്കൻഡ് പാർട്ടിക്കിൾ പ്രോട്ടോണുമാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിന് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആർ ഇ ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ബി. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. അപ്പോൾ ആർ പി ഇസ് ഈക്വൽ ടു, അവിടെയും ഞാൻ മൊമെന്റം സെയിം തന്നെ എഴുതും. എന്താ കാര്യം എന്നറിയോ? ഇവിടെ അവർ പറയുന്നത് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വിത്ത് ഈക്വൽ മൊമെന്റം എന്നാണ് അല്ലേ. ഈക്വൽ മൊമെന്റം, അതായത് ന്യൂമറേറ്ററിൽ മൊമെന്റം രണ്ടുപേർക്കും സെയിം ആയിരിക്കും. ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ, താഴെ എഴുതേണ്ടത് ചാർജ് ഓഫ് പ്രോട്ടോൺ ആണ്. ചാർജ് ഓഫ് പ്രോട്ടോണും ഇ തന്നെയാണ്, ഇൻറ്റു ബി. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസും അനലൈസ് ചെയ്ത ഒരു കാര്യം മനസ്സിലാവും. റൈറ്റ് സൈഡ് രണ്ടുപേർക്കും സെയിം ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സെയിം ആയിരിക്കും. റേഡിയസ് ഫോർ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു റേഡിയസ് ഫോർ പ്രോട്ടോൺ. അതായത് രണ്ടു പേർക്കും ഒരേ റേഡിയസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ്, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോവുക, പ്രോട്ടോൺ ഇങ്ങനെ ആയിരിക്കും പോവുക. കാരണം രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലായിരിക്കും, ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ രണ്ടുപേരുടെയും റേഡിയസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ബോത്ത് ആർ ഈക്വലി കർവ്ഡ് എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഈക്വൽ മൊമെന്റം ആണ് അല്ലേ, ഈക്വൽ വെലോസിറ്റി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് ആൻസർ കമൻറ്റ് പറയുക കേട്ടോ.